എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് റോക്ക്വാൽ മൗണ്ടൻ റിട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. Super absorbent Poppy's diaper. ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ്. മാതൃകാ പ്രവർത്തനവുമായി അകമ്പാടം വനം സ്റ്റേഷനിലെ വനപാലകർ പൊതുജന പങ്കാളിത്തത്തോടെ തകർന്നു കിടന്നിരുന്ന 2.5 കിലോമീറ്റർ ദൂരത്തെ സോളാർ വൈദ്യുതി വേലി പ്രവർത്തനക്ഷമമാക്കി. വന്യമൃഗശല്യം പ്രതിരോധ പ്രവൃത്തികൾക്ക് ജനങ്ങളുമായി കൈകോർത്തു വനം വകുപ്പ്. തകരാറിലായ സോളാർ വൈദ്യുത വേലികൾ തകരാർ പരിഹരിച്ച് പ്രവർത്തനക്ഷമമാക്കുന്ന നടപടിക്ക് തുടക്കമായി. ചാലിയാർ പഞ്ചായത്തിൽ കാട്ടാനശല്യം അതിരൂക്ഷമാണ്. മൊടവണ്ണ, പൈങ്ങാക്കോട്, വേട്ടേക്കോട് ഭാഗങ്ങളിലേക്കെത്തുന്ന കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ എളഞ്ചേരി മുതൽ അത്തിക്കൽ വരെയുള്ള 2.5 കിലോമീറ്റർ ഭാഗത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് വനം വകുപ്പ് സ്ഥാപിച്ചിരുന്ന വൈദ്യുതി വേലി തകരാർ മൂലം പ്രവർത്തനരഹിതമായിരുന്നു. ഈ സോളാർ വൈദ്യുതി വേലിയാണ് ജനപങ്കാളിത്തത്തോടെ പുനർനിർമ്മിച്ചത്. എളഞ്ചേരി മുതൽ അകമ്പാടം വരെയുള്ള ഫെൻസിങ്ങിൻ്റെ ജനകീയ പങ്കാളിത്തത്തോടു കൂടി 2.5 കിലോമീറ്റർ ഫെൻസിങ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇത് വരുന്നതോടുകൂടി നമുക്ക് ഈ മൊടവണ്ണ, പൈങ്ങാക്കോട് പ്രദേശങ്ങളിലുള്ള ആനശല്യത്തിന് ഒരു പരിഹാരം ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗം കൂടിയും ഫെൻസിങ് ചെയ്യണം. അതിന് ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള പരിപാടികളുമായിട്ട് നമ്മുടെ സ്റ്റാഫ് മോഹസിൻ സാറ്, അതുപോലെ സയ്യിദ് സാറ് ഇവരൊക്കെ മുൻകൈയെടുത്ത് ഇത് ഇത്രയും ഭാഗം പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഉദ്ഘാടനം അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മോഹസിൻ നിർവഹിച്ചു. ഫെൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളെ എളഞ്ചേരി മുതൽ അകമ്പാടം വരെയുള്ള ഫെൻസിങ് പൂർണ്ണമായി തകർന്നു കിടക്കുകയായിരുന്നു. അത് നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചു കാലമായിട്ട് ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുകയും മൊടവണ്ണ VSSുമായി സംസാരിച്ച് അതിലെ പ്രതിനിധികൾ അതിന് സപ്പോർട്ട് ചെയ്യുകയും നാട്ടുകാരുടെ സഹായത്തോടു കൂടി ഇതിന് ഫണ്ട് കണ്ടെത്തുകയും ചെയ്ത് 2.5 കിലോമീറ്ററോളം ദൂരം നമ്മൾ അതിന് വേണ്ട സാമഗ്രികളും ബാറ്ററി, എനർജൈസർ, അതിന് വേണ്ട പോസ്റ്റ്, കമ്പി എന്നുള്ള സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ച് അകമ്പാടം സ്റ്റേഷൻ്റെ സ്റ്റാഫിൻ്റെ സഹായത്തോടെ നാട്ടുകാരുടെയും സഹകരണത്തോടു കൂടി ഈ ഫെൻസിങ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. നിലമ്പൂർ നോർത്ത് ഡിവിഷൻ DFO പി ദിനേഷ് കുമാറാണ് തകരാറിലായി കിടക്കുന്ന മുഴുവൻ സോളാർ വൈദ്യുതി വേലികളും പുനഃസ്ഥാപിക്കുന്നതിന് നടപടി ആരംഭിച്ചത്. നോർത്ത് ഡിവിഷനിലെ അകമ്പാടം വനം സ്റ്റേഷൻ പരിധിയിലാണ് വനപാലകർ പൊതുജന പങ്കാളിത്തത്തോടെ തകർന്നു കിടന്നിരുന്ന 2.5 കിലോമീറ്റർ ദൂരത്തെ സോളാർ വൈദ്യുതി വേലി പ്രവർത്തനക്ഷമമാക്കിയത്. പദ്ധതി നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ എല്ലാ ഭാഗത്തും ഉടൻ യാഥാർത്ഥ്യമാക്കും. കൂടാതെ ആവശ്യമായ ഭാഗങ്ങളിൽ പുതുതായി സോളാർ വൈദ്യുതി തൂക്കുവേലികളും സ്ഥാപിക്കും. വനം, കൃഷി വകുപ്പുകളുടെ ഫണ്ടുകളും CRS ഫണ്ടുകളും MLAമാരുടെ ഫണ്ടുകളും ഉൾപ്പെടുത്തി വന്യമൃഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനാണ് വനം വകുപ്പ് തീരുമാനം. ഈ എളഞ്ചേരി മുതൽ രാമല്ലൂർ ക്ഷേത്രം വരെ കഴിഞ്ഞ വർഷം പുതിയതായി സ്ഥാപിച്ച ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിച്ച ഹാങ്ങിങ് ഫെൻസിങ് വലിയ ഉപകാരമായിരുന്നു. ഒരു പരിധിവരെ ആനയെ, വന്യമൃഗ ശല്യം തടയാനൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മൊടവണ്ണ, രാമല്ലൂർ ഭാഗത്തുള്ളവർക്കൊക്കെ കാലങ്ങളായിട്ട് ഇവിടെ തകർന്നു കിടക്കുന്ന ഒരു ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ടായിരുന്നു. അത് ജനകീയ പങ്കാളിത്തത്തോടു കൂടി, നാട്ടുകാരുടെ സഹായത്തോടു കൂടി ഇന്നിതാ സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. എ+ വിഷൻ നിലമ്പൂർ. കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, ടോപ്പ് സ്പിൻ റിവോൾവിംഗ് ടവർ, ഡിസ്കോ മാജിക് കോസ്റ്റർ, aqua loop rocket, wave pool, family pool, kids pool, adult pool, children splash, family splash slide, open body slide, closed body slide, 16D theatre, children's park, zip line, zip cycle, fly carpet തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം.